വളരെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. UDF സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ സുന്ദര മുഹൂർത്തത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നേതാക്കന്മാരെ സഭത്ത് നമുക്കറിയാം, ഈ പദ്ധതിയെക്കുറിച്ച് പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പലരും പറഞ്ഞു ഇത് ഓർഡിനറിയിൽ മാത്രമാണ് നടപ്പാക്കുന്നതെന്നൊക്കെ. 3000-ലധികം ബസ്സുകളിൽ കേരളത്തിൽ ഈ പദ്ധതി ഇപ്പോൾ നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക, ഇന്ന് മുതൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അരീക്കോടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അരീക്കോട് നിന്ന് നിലമ്പൂർ വണ്ടൂർ ഭാഗത്തേക്ക് 12 സർവീസുകളും, കോഴിക്കോട് ഭാഗത്തേക്ക് ചെറുവാടി എടവണ്ണപ്പാറ വഴി അടക്കം 12 സർവീസുകളും, അതുപോലെ തന്നെ 16ഓളം സർവീസുകൾ തൃശ്ശൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങളിലേക്കും, അതുപോലെ തന്നെ 15 സർവീസോളം കൽപ്പറ്റ, മാനന്തവാടി, താമരശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് നിരവധി സർവീസുകൾ, 50-ലധികം, അരീക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല ഭാഗത്തേക്കായിട്ട് 50-ലധികം സർവീസുകൾ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പാക്കപ്പെടുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ടൗൺ ടു ടൗൺ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ടൗൺ ടു ടൗൺ സർവീസുകൾ ഏറ്റവും നല്ല സർവീസുകളായി പോകുന്ന, KSRTCയുടെ തന്നെ ഏറ്റവും വിജയകരമായി പോകുന്ന, അരീക്കോട് എന്ന് തന്നെ കാവനൂർ, മഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം സ്റ്റോപ്പുള്ള ബസ്സുകളാണ്. സ്ത്രീകൾക്ക്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് അടക്കം വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ടൂർ പോയി വരാൻ, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയോ കൽപ്പറ്റയൊക്കെ പോയി വരാൻ ഇവർക്ക് ഇത് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രി വരുന്ന സർവീസ് തിരിച്ചു വരാവുന്ന രൂപത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് ഈ പദ്ധതി കേരളത്തിൽ വലിയൊരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് കേരള സർക്കാർ ഇതിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന് UDF സർക്കാരിന്, VD സതീശനും അതുപോലെ തന്നെ CP ജോണും ഉൾപ്പെടെയുള്ള, അതുപോലെ UDFൻ്റെ എല്ലാവിധ നേതാക്കളും നയിക്കുന്ന UDF സർക്കാരിന് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു.